ഇന്ന് ആഞ്ജനേയൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നേ. ആഞ്ജനേയൻ ആർദ്രയുടെ ക്ലാസ്മേറ്റാണ്. ബിഷപ്പ് മൂർ സ്കൂളിലാണ് ഇരുവരും പഠിക്കുന്നത്. അപ്പം ആഞ്ജനേയൻ്റെ അച്ഛനും അമ്മയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാലുകാച്ചിനായിട്ട് പോയതാണേ. നല്ല ഒരു വീടായിരുന്നു, ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതേപോലെ തന്നെ എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും ഉള്ള വീടായിരുന്നു. ഞങ്ങൾക്ക് വീട് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. രേഷ്മയുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നേ. ആ സമയത്ത് സുമാമിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പറയുന്നു. രേഷ്മയും സുമാമിയും പറയുന്നതിനെയൊക്കെ ആർദ്രയുടേതായിട്ടുള്ള രീതിയിൽ മാറ്റി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തറയുന്ന സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന ആ സ്റ്റെയർ കേസിൽ കുറേ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങും സെറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് കയറിയ ഉടനെ തന്നെ അവിടെ ഒരു സോഫ സിറ്റി ഉണ്ടായിരുന്നു. സോഫ സിറ്റിയിൽ ആർദ്രയും അതിൻ്റെ ആ കുഷൻ സ്വഭാവവും ഒക്കെ വളരെ സന്തോഷത്തോടെ തന്നെ അവർ അതിനകത്ത് പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മിക്ക റൂമിലും എന്നിട്ട് TV, AC എല്ലാ സംവിധാനങ്ങളും. അപ്പോൾ ഞാനിങ്ങനെ വെളിയിലോട്ട് പോയി വെളിയിലുള്ള വ്യൂവും രണ്ടാമത്തെ നിലയിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ഇതിലോട്ട് പോകുന്നതിന് വേണ്ടി ഒരു സ്റ്റെയർ കേസ് ഇരുമ്പിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റൂമുകളൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിതിനകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലെല്ലാം പ്രത്യേകം TV ഉണ്ടെന്നുള്ളതാണ്. അവരുടെ എല്ലാ റൂമിലും TVയും ഒരു ACയും സൗകര്യവും എല്ലാം ഉണ്ട്. വളരെ നല്ല ഒരിതായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. ആർദ്രയ്ക്ക് പിന്നെ എവിടെ പോയാലും കളിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ആർദ്രയെ ആ ചെയറിൽ കറക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് അവളുടെ നിർബന്ധം സഹിക്കുക വയ്യാതെ നമ്മൾ ആ ചെയറിൽ കുറച്ച് നേരം കറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും അവൾക്ക് മനസ്സിലായി ആ ടേബിളിൽ പിടിച്ച് തിരിഞ്ഞു കഴിഞ്ഞാൽ തിരിയുമെന്നുള്ള കാര്യം. അപ്പോഴത്തേക്കിനും പിന്നെ രേഷ്മയുടെ ഹെൽപ്പൊന്നും അവൾക്ക് ആവശ്യമായിട്ട് വന്നില്ല. അവൾ സ്വന്തമായിട്ട് തന്നെ കറങ്ങിക്കോളാം, അമ്മ പൊക്കോളാനെന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി വന്ന് നേരെ അടുക്കളയിലോട്ട് ഒന്നുകൂടെ പോയി. അടുക്കളയിലെ വാഷ് ബേസിനിലെ ആ പൈപ്പും സംവിധാനമൊക്കെ ആർദ്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നിടത്തോട്ട് പോയി. പൊറോട്ടയും ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ചുക്ക് കാപ്പിയും കുടിച്ചു. പിന്നെ കുഞ്ഞുങ്ങളുമായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് തിരിച്ചു വന്നിട്ട് അവർ കഴിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമൊക്കെ പകർത്തി. ഇതാണ് ആഞ്ജനേയൻ്റെ അമ്മയും അച്ഛനുമാണ് കൂടെ ഉള്ളത്. ആഞ്ജനേയൻ്റെ അമ്മയ്ക്ക് പാലുകാച്ചി വിളിക്കാൻ പോയ സമയത്ത് ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ എല്ലാം ഭേദപ്പെട്ട് ഏകദേശം എല്ലാം ഓക്കെ ആയി. എന്നാലും ചെറിയൊരു വാക്കറുടെ സഹായത്തോടാണ് പുള്ളിക്കാരി ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നത്. അപ്പോഴത്തേക്കിനും ആർദ്രയും ആഞ്ജനേയനും തമ്മിൽ സംസാരിക്കാൻ ഇപ്പോൾ അവർക്ക് സ്കൂളിൽ വെച്ച് നല്ല കളിയൊക്കെ ആണെങ്കിലും വീട്ടിൽ വെച്ച് കണ്ടപ്പം അത്ര ഒരു അടുപ്പം അവർ തമ്മിൽ കാണിക്കുന്നില്ല. ഞാൻ പിന്നെ വെളിയിലിറങ്ങി വീടിൻ്റെ ഔട്ട്ലുക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ പകർത്തി. പിന്നെയും ഒരുപാട് സമയം എടുത്തതിന് ശേഷമാണ് ആർദ്രയൊക്കെ കഴിച്ചു തരുന്നത്. ഒരു പൊറോട്ട കഴിക്കാൻ തന്നെ ആർദ്രയ്ക്ക് ഒരുപാട് സമയം വേണം. അതേപോലെ വീഡിയോ എടുക്കുന്നതിലൊന്നും ആർദ്രയ്ക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനാ വീഡിയോ എടുക്കുന്നത് എപ്പോഴും അച്ഛനിതിൻ്റെ കാര്യം എന്തുവാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ആഞ്ജനേയനെയും വിളിച്ച് മുകളിൽ പോയി അവർ തമ്മിൽ ഒന്ന് അടുപ്പം വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. എന്നിരുന്നാലും രണ്ടുപേരും കളിച്ചെങ്കിൽ കൂടെ ഒരാൾ ഉത്തര ധ്രുവത്തിലാണെങ്കിൽ ഒരാൾ ദക്ഷിണ ധ്രുവത്തിൽ നോക്കിയിരുന്നായിരുന്നു കളിച്ചത്. എന്നാലും ഞാൻ കുറച്ചു നേരം കസേരയൊക്കെ രേഷ്മയെ കൊണ്ട് കറക്കിപ്പിച്ചു. അവരെ ഒന്ന് സന്തോഷത്തിലാക്കി. ആഞ്ജനേയൻ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്ത്. ആർദ്ര ഇങ്ങനെ ആ കസേരയിൽ കുറേ നേരം കളിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്തും അവൾ പറയുന്നുണ്ട് അച്ഛന് പോകണം, കാപ്പി കുടിക്കണം, കാശ് കൊടുക്കണം, തിരിച്ചു പോരണം. ഇതല്ലാതെ അച്ഛന് വേറൊരു ചിന്തയും ഇല്ല. അവൾക്ക് കളിക്കാൻ പറ്റിയില്ല എന്നുള്ള പരിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ വെളിയിലിറങ്ങിയതിന് ശേഷം കാറിനകത്തിരുന്നുകൊണ്ട് തന്നെ വീടിൻ്റെ പുറമേ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളും കൂടെ പകർത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.